ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ദൈവത്തിന് പോലും പാറുകുട്ടിയെ രക്ഷിക്കാനാവില്ല എന്ന് പറയുമ്പോൾ പ്രീതിയും അർജുനും പിന്നെ വസുമതി എല്ലാവരും അങ്ങ് നെഞ്ചുപൊട്ടി കരയുകയാണ്. അതേസമയം വണ്ടി ആ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് വിഷ്ണുവും ശാലിനിയും ഭാമയും ഒക്കെ ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ഭയങ്കര കരച്ചിലാണ്. എൻ്റെ പൊന്നുമോൾ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയും ശാലിനി ചെല്ലുമ്പോഴും അവൾ നമ്മളെ ചതിച്ചു എന്നും പറഞ്ഞ് എല്ലാവരും കരയുകയാണ്. വിഷ്ണുവും എല്ലാം അതേ അവസ്ഥയിൽ തന്നെയാണ്. ഇതേസമയം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പ്രീതിയും അങ്ങ് അർജുനോട് ചേർന്ന് കരയുമ്പോൾ ആ അവയവദാനത്തിനുള്ള ആ ഒരു ഏജൻറ്റ് വന്ന് നോക്കി എല്ലാവരെയും ഇങ്ങനെ നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട്. വീട്ടിൽ രാഘവൻ നായരും അതേ അവസ്ഥ തന്നെയാണ്. നെഞ്ചത്തടിച്ചൊക്കെ ആകെ നിലവിളിക്കുമ്പോൾ രമണൻപിള്ള എന്ന് തടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ മാത്രം എന്തിനാടോ ജീവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് എല്ലാവരെയും വഴക്ക് പറഞ്ഞൊട്ടിക്കുകയാണ്. പൊന്നിയും ഒക്കെ അവിടെ നിന്നങ്ങ് കരച്ചിൽ തന്നെയാണ്. ഇതേസമയം ശാരദാമ്മയാണെങ്കിൽ രാജ്യമ്മയും കൊണ്ട് കാറിൽ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. രാജ്യമാണെങ്കിൽ ആ കാറിനകത്തിരുന്ന് വെറ്റില മുറുക്കുന്നതൊക്കെ കാണിക്കുകയാണ്. തുടർന്ന് പ്രീതിയാണെങ്കിൽ എന്തോ പെട്ടെന്ന് ഓർമ്മിച്ചതുപോലെ ഐസിയുനകത്തേക്ക് ഇടിച്ചു കയറുകയാണ്. അർജുനും വസുമതിയും ഒക്കെ കയറുന്നുണ്ട്. നഴ്സ് വന്ന് തടുക്കുകയാണ്, ഇത് ഇതിനകത്ത് കയറാൻ പറ്റില്ല, പുറത്തു പോകുന്നൊക്കെ. അന്നേരം ആ കിടക്കുന്നത് എൻ്റെ മോളാണെങ്കിൽ ഞാൻ കയറിയിരിക്കുമെന്ന് പറയുമ്പോൾ ഡോക്ടർ ഓടി വരികയാണ്. അന്നേരം പ്രീതിയെ വിളിച്ചുകൊണ്ട് പോകുന്ന അർജുനോട് പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മകളുടെ ജീവൻ തിരിച്ചു തരാനായിട്ട് സാധിക്കുമ്പോൾ 3 ദിവസം കൂടിയല്ലേ ആയുസുള്ളൂ, എൻ്റെ നെഞ്ചിൽ കിടന്ന് തന്നെ അവൾ അന്ധശ്വാസം വലിച്ചോട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുക്കാനായിട്ട് പോകുമ്പോൾ നഴ്സ് തടയാനായിട്ട് പോകുന്നുണ്ട്. അതായത് ഡോക്ടർ വേണ്ടാന്ന് പറയുകയാണ്. അർജുനും വസുമതിയും ഒക്കെ കരഞ്ഞ് കൂടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പ്രീതിയാണെങ്കിൽ ആ ടവലോടുകൂടി ഇങ്ങനെ കുഞ്ഞിനെ പൊതിഞ്ഞെടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് ഇറങ്ങുമ്പോൾ അവയവദാനത്തിൻ്റെ ഏജൻറ്റ് ഇങ്ങനെ കുറുകെ വന്ന് നിൽക്കുകയാണ് പ്രീതിയുടെ ഒരൊറ്റ നോട്ടത്തിൽ അയാളങ്ങ് പേടിച്ച് മാറുകയാണ്. അതൊന്ന് എങ്ങോട്ടാണ് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതെന്നൊക്കെ ഡോക്ടർ നഴ്സും ഒക്കെ നിന്ന് ചോദിക്കുകയാണ്. മണ്ടത്തരമാണ് കാണിക്കുന്നതെന്നൊക്കെ കണ്ടു നിന്നവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രീതി അതൊന്നും ശ്രദ്ധിക്കാതെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് റോഡിലൂടെ നടന്നു പോകുന്നുണ്ട്. അർജുനും വസുമതിയും ഒക്കെ പിറകെ പോവുകയാണ്. ഇതിനിടയ്ക്കൊക്കെ സെല്ലിൽ ഒറ്റയ്ക്കിരുന്ന് അട്ടഹസിച്ച് വിജയ ആഘോഷിക്കുന്ന സുസ്മിതയും കാണിക്കുന്നുണ്ട്. അട്ടഹസിച്ച് അങ്ങ് ആർത്ത് ചിരിക്കുകയാണ് സുസ്മിത അവിടെ ഒറ്റയ്ക്കിരുന്ന. അന്നേരം മണ്ടത്തരമാണെന്നൊക്കെ നേഴ്സ് പറയുമ്പോൾ സ്വന്തം കുഞ്ഞിന് ആപത്ത് വരുമ്പോൾ അമ്മ എന്തും ചെയ്യും, അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള ദൈവത്തിന് അടുത്തേക്കായിരിക്കും പോകുന്നതെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇരുന്ന് അട്ടഹസിച്ച് ചിരിക്കുന്ന സുസ്മിതയെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ച് അടി കൊണ്ടാലെന്താ, നിങ്ങളുടെ പരമ്പരയുടെ കുറ്റിയെത്തല്ലോ, ഈ സങ്കടക്കടലിൽ അതൊക്കെ അങ്ങ് ഒലിച്ചു പൊയ്ക്കോളും, ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും അട്ടഹസിച്ച് സുസ്മിത ഇരുന്നങ്ങ് ചിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കരയുന്ന രാഘവൻ നായർ വീൽ ചെയറിൽ ഇരുന്നങ്ങ് നെഞ്ചത്തടിച്ച് കരഞ്ഞ് ബഹളമൊക്കെയാണ്. വീൽ ചെയറിൽ നിന്നും താഴെയൊക്കെ വീഴുന്നുണ്ട്. പൊന്നിയും രമണൻപിള്ളയൊക്കെ പിടിക്കാൻ ചെല്ലുമ്പോൾ ആരെയും അനുവദിക്കുന്നില്ല. അവിടെ കിടന്ന് തന്നെ അങ്ങ് കരയുകയാണ് രാഘവൻ നായർ. ഇതേസമയം പാറുക്കുട്ടിയും കൊണ്ട് പ്രീതിയും വസുമതിയും അർജുനും അമ്പലത്തിനകത്തേക്ക് കയറുമ്പോഴേക്കും തിരുമേനി നടയൊക്കെ അടച്ച് മണിയൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തഴുട്ട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരമാണ് അവരകത്തേക്ക് കയറുന്നത്. നിങ്ങൾ എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പ്രാർത്ഥിക്കാനാണ് എല്ലാവരും വരുന്നത്. ശ്രീകോവിൽ അടച്ച സമയത്ത് എന്ത് പ്രാർത്ഥിക്കാനെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ശ്രീകോവിലൊന്ന് തുറക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഈ കുട്ടി എന്താ ഭ്രാന്തായി പറയുന്നത്, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന അർജുനോടും വസുമതിയോടും ഒക്കെ പറയുകയാണ്. ഇതൊന്ന് ഈ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്നിങ്ങനെ പ്രീതി പറയുമ്പോൾ കാലൻ്റെ കഴുത്തിലിട്ട കുഞ്ഞിനെയും കൊണ്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ വെച്ച് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക ദേവി എന്നും പറഞ്ഞ് തിരുമേനി അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം അർജുനും പറയുകയാണ്, ഒരു കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, തിരുമേനി അനുവദിക്കണമെന്നിങ്ങനെ തൊഴുത് പറയുമ്പോൾ ഒരു വിട്ടുവീഴ്ചയാവാം, പക്ഷേ ശ്രീകോവിൽ തുറക്കാനൊന്നും സാധിക്കില്ല, ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചോളൂ, അത് കഴിഞ്ഞ് പിന്നെ വെളിയിലെ വാതിൽ അടച്ച ശേഷം സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് പൊയ്ക്കോളാൻ പറയുകയാണ്. തുടർന്ന് പ്രാർത്ഥന കേൾക്കുമ്പോൾ പള്ളി ഇറങ്ങുന്ന സമയത്ത് എന്താണ് പ്രാർത്ഥിക്കാനെന്നിങ്ങനെ തിരുമേനി ചോദിക്കുമ്പോഴും ഒരു കുട്ടിയുടെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ദേവി എന്നെപ്പോലെ സ്ത്രീയാണ്, അമ്മയാണ്, അങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കില്ല, എങ്കിൽ ഈ പ്രീതിയുടെ ജീവനും ഇവിടെ വീഴും എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ എല്ലാവരെയും നോക്കി പറഞ്ഞിട്ട് തിരുമേനി അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് പ്രീതിയാണെങ്കിൽ അടഞ്ഞു കിടന്ന ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്, വാതിലൊക്കെ കൊട്ടിയടിച്ച് സുഖമായിട്ട് പള്ളി ഉറങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ, എൻ്റെ കുഞ്ഞിൻ്റെ പ്രാണൻ പോകുന്ന സമയത്ത് നിങ്ങളെങ്ങനെ ഉറങ്ങാൻ സമ്മതിക്കില്ല, അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ നടക്കല്ല് തലയടിച്ച് ചോര ചിതറി ചാവും എന്നൊക്കെ അങ്ങ് വാശിയോടുകൂടി ദേഷ്യത്തോടു കൂടി അങ്ങ് അടഞ്ഞു കിടക്കുന്ന ശ്രീകോവിൽ നോക്കി പ്രീതി പറയുകയാണ്. പക്ഷേ കരഞ്ഞ് ഇതൊക്കെ കണ്ടു നിൽക്കാനേ വസുമതിക്കും അർജുനും കഴിയുന്നുള്ളൂ. സത്യമായി ഞാനങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ടങ്ങ് കരഞ്ഞു മുട്ടുകുത്തി ഇരുന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ് പ്രീതി. അതേപോലെ തൊഴുത് മുട്ടുകുത്തി അർജുൻ ഇരിക്കുകയാണ്. വസുമതി ഇവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ഇതേസമയം വിഷ്ണുവും ശാലിനിയും സത്യഭാമയും ഒക്കെ കാറിൽ തിരികെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശാരദാമ്മ രാജ്യമ്മയും കൊണ്ട് കാറിൽ വരുന്നതും കാണിക്കുകയാണ്.
തുടർന്ന് സമയം അങ്ങ് രാത്രിയാവുകയാണ്. അന്നേരവും ആ അടഞ്ഞ ശ്രീകോവിലിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ് വസുമതിയും അർജുനും കുഞ്ഞിനെയും കൊണ്ട് പ്രീതിയും ഒക്കെ കരഞ്ഞ്. ഈ സമയത്ത് വസുമതിയല്ല, സത്യഭാമ കാറിലെത്തുകയാണ് അമ്പലനടയിലേക്ക്. പക്ഷേ വിഷ്ണുവും ശാലിനിയും ജീപ്പിൽ വരുന്നതായിട്ടാണ് പിന്നീട് കാണിക്കുന്നത്. സത്യഭാമ അമ്പലത്തിൻ്റെ നടയിൽ കാറിൽ വന്ന് ഇറങ്ങുമ്പോഴേക്കും ശാരദാമ്മയും എത്തുകയാണ് രാച്ചിയമ്മയും കൊണ്ട്. അന്നേരം ശാരദാമ്മ ഓടി കാറിൽ നിന്ന് ആകുമ്പോഴത്തേക്ക് എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും രാച്ചിയമ്മയും കൊണ്ട് ശാരദാമ്മ എത്തും, കുഞ്ഞിന് എന്തെങ്കിലും മറുമരുന്ന് കൊടുക്കുകയും ചെയ്യും, കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു.